ഏതെങ്കിലും UDF ഗവൺമെൻറ് കാലത്ത് ശബരിമലയിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാറുണ്ടോ? ഇതെന്തെല്ലാം നടന്നു, സ്ത്രീകൾ പോകണം പിന്നെ പോകണ്ട, അതുപോലെ തന്നെ എന്താ നടക്കാൻ പാടില്ലാത്ത മുഴുവൻ നടന്നില്ലേ? UDFൻ്റെ എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടറാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. എങ്ങനെയാണ് ഈ ഒരു ട്രബിൾ ഷൂട്ടിംഗ്? ട്രബിള് ഒരുപാട് വന്നാൽ പിന്നെ അത് തരണം ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അവർ പിന്നെ തമ്മിലാലോചിച്ചാണ് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന് കണ്ടാൽ തോന്നുന്നുണ്ട്. അതിന് അവരാണ് മറുപടി പറയുന്നത്, പിന്നെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനാ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം? പിന്നെ അത്തരം ഓർണമെൻ്റൽ പോസ്റ്റൊന്നും ഗുണത്തേക്കാളേറെ ദോഷമാണെന്നുള്ള ചിന്ത പാർട്ടിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങളതിന് മുതിരാത്തത്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ഇന്നേക്ക് 5-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ഈ അവസാന ഘട്ടത്തിലും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ എന്നിവ അവതരിപ്പിക്കാൻ അമൃത TV അവസരമൊരുക്കുകയാണ് നോട്ട് ദ പോയിന്റിലൂടെ. നോട്ട് ദ പോയിന്റിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ വ്യവസായ IT വകുപ്പ് മന്ത്രിയും മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. നമസ്കാരം. 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 അങ്ങിവിടെ വന്നിരുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് UDF അധികാരത്തിലിരിക്കുന്ന ആ സമയത്തെ ആ ഒരു പ്രതാപകാലത്തെ ഒരു രാഷ്ട്രീയ ചിത്രമാണ്. കുഞ്ഞുഞ്ഞ്, കുഞ്ഞാലി, കുഞ്ഞുമാണി എന്നിങ്ങനെ ത്രിമൂർത്തികൾ UDFൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന ഒരു പഴയ കാല ചിത്രം. അത്തരം പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. ആ ഓർമ്മ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണല്ലോ. കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ആകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു കാലമാണ്, അതുകൊണ്ട് ചിന്തിക്കാറുണ്ട്. ആ ദൃഢമായ ബന്ധം ഈ സമീപകാലത്ത് നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്തത് കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്തകളൊക്കെ വന്നപ്പോഴാണ്. അതായത് UDF ആഭിമുഖ്യമുള്ള എല്ലാവർക്കും, UDF മനസ്സുള്ള എല്ലാവർക്കും മടങ്ങി വരാം എന്ന് അങ്ങ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ ശ്രീ KM മാണിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിൽ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു നിർണായക റോൾ അങ്ങയുടേതാണ്. അല്ലാതെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ഏത് മുന്നണിയിൽ ഇരിക്കണം എന്നുള്ളത്. ഒരു പാർട്ടി തീരുമാനിക്കേണ്ട വിഷയം ആയതുകൊണ്ട് അതിനപ്പുറം അവരെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അതിൽ ഒരു വേറൊരു മുന്നണിയിലിരിക്കുന്ന ഒരു കക്ഷി ആയതുകൊണ്ട് അതിലൊരു പിന്നെ ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് രണ്ടു കൂട്ടരും ചിന്തിച്ചാലേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ലിമിറ്റ് വെച്ചേ ഞങ്ങൾ അതിന് പിറകെ പോയിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ കേരള കോൺഗ്രസിൻ്റെ UDFിലേക്കുള്ളൊരു മടക്കം സജീവ ചർച്ചയാവുമെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം UDFിന് അനുകൂലമാവുന്നൊരു ഘട്ടം വന്നാൽ. അല്ല, ഇപ്പം അത് പ്രവചിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പം അത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനത് സംബന്ധിച്ച് വല്ല സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞാൽ അവരത് നിഷേധിക്കൂലേ? കാരണം എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കല്ലേ. ഈ ഇലക്ഷൻ ഇപ്പോൾ LDF UDF ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ നമ്മൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അപ്രസക്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. UDFൻ്റെ എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടറാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അത് ഏത് ഘട്ടത്തിലായാലും UDFിനൊരു പ്രശ്നം വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നേതാക്കൾ ഓടിയെത്തുന്നത് അങ്ങയുടെ അടുത്തേക്കാണ്. വളരെ വേഗം തന്നെ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ അങ്ങേക്ക് സാധിച്ചിട്ടുമുണ്ട്. ഞാൻ ഓരോ വിഷയങ്ങളായിട്ടെടുത്ത് പറയുന്നില്ല, ഇത് വളരെ വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഒരു ട്രബിൾ ഷൂട്ടിംഗ് ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്നത്? നേതാക്കളുമായുള്ള അടുത്ത ബന്ധം കൊണ്ടാണോ അതോ ഈ അങ്ങയുടെ സ്വതസിദ്ധമായൊരു നേതൃപാഠവും കൊണ്ടാണോ? അല്ല, ട്രബിള് ഒരുപാട് വന്നാൽ പിന്നെ അത് തരണം ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. ഏത് കാര്യമായാലും അങ്ങനെയല്ലേ. നിരന്തരം ഒരു കാര്യങ്ങൾ നമ്മൾ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് പിന്നെ നമുക്ക് പിന്നെ ഫേസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി മാറും. ട്രബിൾസ് ഇഷ്ടം പോലെ വന്നില്ലേ. അപ്പോൾ പിന്നെ ഓരോന്നും സൊല്യൂഷൻ കണ്ടെത്തി കുറേയൊക്കെ വിജയിക്കും, കുറേ വിജയിക്കില്ല. പക്ഷേ ജനങ്ങളത് വാച്ച് ചെയ്യും. അങ്ങനെയാണ് ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. സത്യത്തിൽ ഓരോ പൊളിറ്റിക്കൽ ലീഡറും അതേ ആ പിന്നെ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അത് മറികടക്കുന്നുമുണ്ട്. എല്ലാവരും അവരവരുടെ നിലക്ക് ട്രബിൾ ഷൂട്ടേഴ്സ് തന്നെയാണ്. ആളുകൾ പിന്നെ വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ക്രൈസിസാണ് അതിന് കാരണം. ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. ക്രൈസിസ് മാനേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ട്രബിൾ ഷൂട്ടർ എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മുടെ അതിലുള്ളൊരു വാസനയും എക്സ്പീരിയൻസും ആണ് അതിലെ ഘടകം. ശ്രീ കെ കരുണാകരൻ, ശ്രീ എ കെ ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി 3 മുഖ്യമന്ത്രിമാരുടെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ വളരെ നിർണായകമായ ചില വികസന ഇടപെടലുകൾ, ഒന്ന് ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 2001 അങ്ങ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഈ വികസനവുമായി ബന്ധപ്പെട്ടത് വ്യവസായ മേഖലയിലാണെങ്കിലും IT മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിർണായകമായ ചില ചുവടുവയ്പ്പുകൾക്ക് അങ്ങയുടെ ഭരണകാലത്ത് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സമീപകാലത്തെ കഴിഞ്ഞ 10 വർഷത്തെ LDFൻ്റെ വികസന പ്രവർത്തനങ്ങളും UDF ഭരണകാലത്തെ വികസന പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്? അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ സുപ്രധാനമായ തീരുമാനങ്ങളെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരുണാകരൻ ഭരണത്തിൻ്റെ സമയത്ത് ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. എയർപോർട്ട്, കൊച്ചി എയർപോർട്ട്, അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല ഡെവലപ്മെൻറ്റും കേരളത്തിൽ വന്നു. അപ്പോൾ വ്യവസായം രംഗത്ത് പിന്നെ സത്യത്തിൽ എന്നും കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് കാരണമായ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ടി വി തോമസിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വ്യവസായികളെ കൊണ്ടുവരാനും കുറേ വലിയ വ്യവസായങ്ങളോട് സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ഒരു ശ്രമം ഉണ്ടായി. അത് കുറേയൊക്കെ വിജയം കണ്ടു. അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, കിൻഫ്ര പരീക്ഷണം പോലെ ഒരെണ്ണം പിന്നെ ഉണ്ടായില്ലല്ലോ. കിൻഫ്ര പരീക്ഷണം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭൂമിയെടുത്ത് ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള പാർക്കുകൾ, വ്യവസായ പാർക്കുകളുണ്ട്. ഇത് ചൈന ചെയ്തതാണ്, സോൺസ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായി പിന്നെ വന്നതാണ്. ഞങ്ങൾ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഈ കാര്യം നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൽ പിന്നീട് വന്ന് ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ ചന്ദ്രശേഖർ ആ കാലത്ത് വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ വളരെ ഭാവനാപൂർവ്വം ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന ആ കിൻഫ്ര പരീക്ഷണമാണ് സത്യത്തിൽ കേരളത്തിൽ പിന്നെ ഒരു ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയത്, ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഫുഡ് പാർക്കായി ഒരുപാട് ഇതായി ആ ഭൂമി മുഴുവൻ പിന്നെ പല സെക്ടറിൽ. അപ്പോൾ കേരളത്തിലൊരു വ്യവസായ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരൊറ്റ സ്റ്റെപ്പാണ് കാരണം. പിന്നീട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിയ ഭൂമി അന്ന് ഞങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത് അന്നൊരു ടാർഗറ്റ് വെച്ച് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഞങ്ങൾ അക്വയർ ചെയ്തിട്ട് പാർക്കുകളുണ്ടാക്കി, വ്യവസായ പാർക്കുകളുണ്ടാക്കി. ചൈന പിന്നെ ഷാങ്ഹായ് സോൺ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ അങ്ങനെയാണ്. അതൊരു വലിയ ലോങ് ടേം സ്റ്റെപ്പായിരുന്നു. അതുപോലൊരു ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ഈ 10 വർഷത്തിനുള്ളൊന്നും വന്നിട്ടില്ല. ആ കാര്യം ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്വാഭാവികമായി മാറ്റിവെക്കുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോയി എന്നല്ലാതെ പിന്നീട് അതുപോലുള്ള ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവ് വന്നിട്ടില്ല. പിൽക്കാലത്തും IT-യിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, IT രംഗത്ത് പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി തൊട്ട് ഇങ്ങോട്ടുള്ളതൊക്കെ UDF ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. IT പാർക്കുകൾ എന്നുള്ളതൊക്കെ ആ സ്ഥലത്ത് പിന്നെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത പാർക്കുകളാണ്. ടെക്നോ പാർക്കായാലും ഇൻഫോ പാർക്കായാലും ഒക്കെ. അതിനോടനുബന്ധമായി പിന്നെ വ്യവസായങ്ങൾ വന്നിട്ടുണ്ട്, അല്ല ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു പുതിയ ഐഡിയ വന്നിട്ടില്ല. സ്മാർട്ട് സിറ്റി അതൊരു പുതിയ ഐഡിയയാണ്. ആ പുതിയ ഐഡിയ പ്രാവർത്തികമാക്കാൻ ഞങ്ങളായിരുന്നെങ്കിൽ പറ്റിയേനെ. 2001 അങ്ങ് IT മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതായത് മൊബൈൽ ഫോണിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നത് ഉൾപ്പെടെയുള്ള ഈ IT മേഖലയിൽ ഉണ്ടാകുന്ന സമഗ്ര വികസനത്തെക്കുറിച്ചായിരുന്നു. അന്നത്തെ കാലമാണെന്ന് ഓർക്കണം. ഇന്ന് ചിന്തിക്കുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ അന്ന് ആ ഒരു പ്രസംഗം ഏത് തലത്തിലാണ് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാട് അന്ന് പലരും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇന്നത് ഒരു പ്രായോഗികമായി റിയാലിറ്റിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അന്നത്തെ IT മിനിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? അല്ല, അന്നത്തെ പിന്നെ IT മിനിസ്റ്റർ എന്നുള്ള നിലക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാക്കാൻ പോകുന്ന റവല്യൂഷനെക്കുറിച്ച് ഞാൻ പഠിച്ചു. മാത്രമല്ല പിന്നെ വേൾഡ് വൈഡായിട്ട് സഞ്ചരിച്ചതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അപ്പോൾ
പല രാജ്യങ്ങളും ഡെവലപ്ഡ് രാജ്യങ്ങളും ഇതിൽ കൊണ്ടുവരാൻ നോക്കുന്ന പരിഷ്കാരങ്ങൾ ഒക്കെ ഡിജിറ്റലാക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ, ഭരണം ഡിജിറ്റലാക്കുന്നു, നടപടിക്രമങ്ങളൊക്കെ ഡിജിറ്റലാക്കുന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പഠനം, അതുപോലെ പിന്നെ അതിൻ്റെ ഇതൊരു എൻഡില്ലാത്ത ടെക്നോളജിയാണ് എന്ന് ഞങ്ങൾക്ക് അന്ന് ഫോർസീ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗം പണ്ട് നമ്മൾ സാക്ഷരതയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത പോലെ ലിറ്ററസി അതുപോലെ IT ലിറ്ററസി വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠനം ഇല്ലാതെ പോയി കഴിഞ്ഞ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവും, ജനങ്ങൾ രണ്ടായി തിരിക്കപ്പെടും, അറിയുന്നല്ലോ അറിയാത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാമ്പയിൻ കേരളത്തിൽ വിജയിച്ചതാണ് സത്യത്തിൽ ഇന്നത്തെ സ്ഥിതി സാധ്യമാക്കിയത്. ഈ സ്മാർട്ട് ഫോൺ പിന്നെ അതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഓഫീസ്, അല്ലാതെ വേറെ ഓഫീസൊന്നും ഉണ്ടാവില്ല, ഇതുകൊണ്ട് നടന്നാൽ മതി എന്നൊക്കെ നമ്മളന്ന് പറയായിരുന്നു. അപ്പോൾ അത് പല ആളുകളും പിന്നെ അങ്ങനെ പറയുമ്പോൾ വിശ്വസിച്ചിരുന്നില്ല. അസംബ്ലിയിൽ തന്നെ പിന്നെ ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ വന്ന് വിളമ്പുന്നു എന്നുള്ള നിലക്ക് വിമർശനം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പോട്ട് പോയ ഒരു സൊസൈറ്റിയായി നമ്മുടെ കേരളം മാറി. LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിലാക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ പ്രതിപക്ഷ നിരയിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ പ്രകടന പത്രികയിലെ LDFിൻ്റെ ഈ വാഗ്ദാനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, LDFിന് വാഗ്ദാനം പിന്നെ നൽകാൻ പിന്നെ അവകാശമില്ലല്ലോ. ജനം 10 വർഷം കൊടുത്തില്ലേ? അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തു കൂട്ടിയത് എന്താ? യൂണിവേഴ്സിറ്റികളൊക്കെ പിന്നെ അതിൻ്റെ എല്ലാ പിന്നെ ഐഡൻറ്റിറ്റിയും കളഞ്ഞില്ലേ? അതായത് സർവകലാശാലകൾ അവരുടെ ഫൈറ്റിൻ്റെ യുദ്ധക്കളായി മാറിയില്ലേ? പിന്നെ അവസാനം വന്ന് ഗവർണറും വൈസ് ചാൻസലറും എല്ലാം കൂടി ഒരു പരുവത്തിലാക്കിയിട്ടല്ലേ പിന്നെ അവർ ഭരണം അവസാനിപ്പിക്കുന്നത്. ഇനി അവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ത് വാഗ്ദാനം ചെയ്യാനാണ് അവർ? സത്യത്തിൽ സെനറ്റും സിൻഡിക്കേറ്റും അതും ഇതും ഒക്കെ ഒന്നും പ്രൊഫഷണലല്ല, അതൊക്കെ പൊളിറ്റിക്സാക്കി മാറ്റിയില്ലേ? ക്യാമ്പസിനകത്ത് അക്രമം, അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയമല്ലാതെ എന്താ ഈ കാലഘട്ടങ്ങളിലൊക്കെ നടന്നത്? അപ്പോൾ അത് ഞങ്ങളൊക്കെ ഞാൻ പിന്നെ എമർജി കേരള ജിമ്മൊക്കെ നടത്തിയ കാലത്ത് പറഞ്ഞതാണ്, യൂണിവേഴ്സിറ്റികൾ നിലവാരത്തിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് അപകടമാണ് എന്നുള്ളത്. അന്ന് പിന്നെ അന്തർദേശീയ തലത്തിലുള്ള പിന്നെ നല്ല സർവകലാശാലകളും മറ്റുമൊക്കെ ഇവിടെ വന്ന് അതിലൊക്കെ പങ്കെടുത്ത് പല പ്രസൻറ്റേഷനും നടത്തിയതാണ്. അതൊന്നും അവർ അംഗീകരിച്ചില്ല, ഒന്നും നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല. ശാസ്ത്രീയ കോളേജ് പോലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളത് നടപ്പിലാക്കിയത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരം തന്നെ രക്തരൂക്ഷിതായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് പോയതാണ്. ആ തടസ്സങ്ങൾ മറികടന്നാണ് ഇത്രയെങ്കിലും കേരളത്തിൽ മാറ്റം വന്നത്. ഇപ്പോൾ അവർ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അവസാനം എന്താ പറയുക, ബുദ്ധി ഉദിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് അവർക്ക്. അത് എപ്പോഴും ഇങ്ങനെയാണ്. 3 മുഖ്യമന്ത്രിമാരുടെ കൂടെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നത് കൊണ്ട് കൂടി ചോദിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ജോലി തേടിപ്പോകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ തന്നെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയുന്ന, എല്ലാവരും എന്ന് വെച്ചാൽ പരമാവധി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ മാറേണ്ടതില്ലേ? ആ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പ്രാവർത്തികമാകുന്നില്ല. അല്ല, അത് നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ വലിയ അപകടമാണ് നമുക്ക് വരാൻ പോകുന്നത്. കാരണം ഗൾഫ് മേഖല ഇപ്പോൾ കണ്ടില്ലേ, എപ്പോഴാണ് അത് നഷ്ടപ്പെടുകയെന്ന് അറിയില്ലല്ലോ ആ അവസരം. US-ലാണെങ്കിൽ ഇപ്പോൾ ഒരു പരിഷ്കാരം വന്നാൽ പിന്നെ അവിടെയൊക്കെ ഉള്ള മലയാളികൾക്ക് മടങ്ങേണ്ടി വരും. അപ്പോൾ അവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. അത് ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടായി വരുന്നുണ്ട്. UDFിൻ്റെ പ്രകടന പത്രികയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരുമെന്നുള്ളതാണ്. അത് LDF സർക്കാരിനാണോ കേന്ദ്ര സർക്കാരിനാണോ? ആർക്കുള്ളൊരു മറുപടി കൂടിയാണ് UDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? വിശ്വാസ സംരക്ഷണം പിന്നെ അതിൽ ഒരുപാട് ഇടപെടലുകൾ പിന്നെ ഇടക്കാലത്ത് വന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇപ്പോൾ ശബരിമല തന്നെ ആവശ്യമില്ല. ഏതെങ്കിലും UDF ഗവൺമെൻറ് കാലത്ത് ശബരിമലയിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാറുണ്ടോ? ശബരിമല കോൺട്രവേഴ്സിക്ക് അതീതമായി നിൽക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരൊക്കെ പിന്നെ PWD മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഒക്കെ ആയിരുന്നു. അവരൊക്കെ അവിടെ റോഡും കാര്യങ്ങളും വെട്ടി മണ്ഡലകാലം വന്ന് അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് പോകാമെന്നല്ലാതെ UDF ഗവൺമെൻറ് അതിന് എവിടെയെങ്കിലും ഒന്ന് പിന്നെ കൈവെക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തോ? ഇതെന്തെല്ലാം നടന്നു? സ്ത്രീകൾ പോകണം, പിന്നെ പോകണ്ട. ഇപ്പോൾ
അതുപോലെ തന്നെ എന്താ നടക്കാൻ പാടില്ലാത്ത മുഴുവൻ നടന്നില്ലേ, സ്വർണം വിവാദം, അതൊക്കെ ഒരു പവിത്രമായ സ്ഥലത്തിനെ സംബന്ധിച്ച് എങ്ങനെ കൊണ്ടാക്കാം. അതാണ് വിശ്വാസ സംരക്ഷണം. അതുപോലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇത് ബാധകമാണ്. എല്ലാ ജനവിഭാഗങ്ങളും അവരവരുടെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരു കാലത്തും ആ വിശ്വാസങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് അവർ വരില്ല. പിന്നെ എന്തിനാ വെറുതെ? അവർ സ്വയം തീരുമാനിക്കുമ്പോൾ പരിഷ്കാരങ്ങളൊക്കെ ആവാം, ഇല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട കാര്യം, അതിന് സംരക്ഷണം കൊടുക്കുക. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. സമീപകാലത്തായി തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നൊരു പ്രവണത, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ, വികസന കാര്യങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ വിവാദങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്ന, ആരൊക്കെയോ ചേർന്ന് തീരുമാനിക്കുന്ന അജണ്ടയിൽപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ വട്ടം ചുറ്റിപ്പോകുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ വികസന പ്രശ്നങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ടത്? അല്ല, അതില്ല. ഇത് പലപ്പോഴും ഈ വിവാദങ്ങളൊക്കെ മീഡിയ കോളങ്ങളിലാണ്. ജനങ്ങൾ അവരെ ബാധിക്കുന്ന സീരിയസ് പ്രശ്നം ഞങ്ങളുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രചരണ രംഗത്ത് ആണല്ലോ വരുന്നത്. അവിടെ ആ നാട്ടിലെ അവരുടെ വിഷമങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അത് ടൈം ബൗണ്ടായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സെൻസേഷണൽ വിഷയങ്ങൾക്കേ വാർത്താ പ്രാധാന്യം കിട്ടുന്നുള്ളൂ എന്നുള്ളൂ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ട്. കാരണം ഞാനത് അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അത് തന്നെയാണ് തിരഞ്ഞെടുപ്പ്, അതിനൊക്കെ ആശ്രയിച്ചാണ്. അല്ല ഈ സെൻസേഷണൽ വിഷയം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ ബാധിക്കൊന്നുമില്ല. അത് ജനങ്ങളെ കണക്ക് കൂട്ടുന്നിടത്ത് തെറ്റുന്നതാണ്. ജനങ്ങളൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് പലരും. അങ്ങനെ അല്ല, ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ 10 കൊല്ലം ഈ ഗവൺമെൻറ് ഈ ഇത്രയും ദുർഭരണം കാഴ്ചവെച്ചിട്ട് ഒരു ദിവസം ചെന്നിട്ട് എന്തെങ്കിലും ഒരു സെൻസേഷണൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അങ്ങ് അട്ടിമറിക്കുക, അങ്ങനൊന്നും പറ്റില്ല. ആളുകൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് എലക്ഷൻ ജനങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ മെറിറ്റ് തന്നെയാണ്. സെൻസേഷൻ ഇല്ല എന്നല്ല, അത് അവർ ഗൗരവത്തിലെടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്ക് ഡീൽ എന്നുള്ളതായിരുന്നു. അത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉയർത്തിയിരുന്നു. BJPയും CPMഉം തമ്മിലൊരു ധാരണ ഈ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മുതൽ ഇങ്ങോട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബദലായി മറുവശത്ത് LDFും BJPയും അവർ ഉയർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ഉള്ളൊരു ബന്ധം ഉയർത്തിക്കാട്ടിയാണ് അവർ പ്രതിരോധിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ വിഷയത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, അത് ഈ ബന്ധമുണ്ട് എന്നുള്ളത് ഒരു കഥ പറയും പോലെയാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാറുള്ളത്. ഇപ്പോൾ നടക്കുന്ന അവർ BJP ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വസ്തുത ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. അവർ 3rd പൊസിഷനിലുള്ള പാലക്കാട് ഉദാഹരണമായിട്ട് അവർ UDFന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നോക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും വെച്ചിട്ട് ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ UDFൻ്റെ വോട്ട് ഭിന്നിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ചർച്ച വന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയെ സഹായിക്കുന്ന തരം സ്ഥാനാർത്ഥികളെ വെച്ച് കൊടുത്തു പലയിടത്തും. അത് കണ്ടിട്ട് വന്ന വിമർശനമാണിത്. അത് കുറച്ചും കൂടി വസ്തുതാപരമാണ്. നേരത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടെന്ന് ആരോപണമാണ്. ഇത് കുറച്ചും കൂടിയൊക്കെ വസ്തുതാപരമായി എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ SDP-യുടെ ഇപ്പോഴത്തെ നിലപാടിനോട് എന്താണ് പ്രതികരണം? അവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു വശത്ത് BJPയും മറുവശത്ത് ഇവരും ഒക്കെ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. അതിൻ്റെ ഒരു അർത്ഥശൂന്യത തന്നെ ജനങ്ങൾക്ക് ബോധ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പരിക്കാൻ പോകുന്നില്ല. ആദരണീയനായ പാണക്കാട് ശ്രീ മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ മുമ്പൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, എത്ര തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടാലും പാർട്ടിയുടെ മൂല്യത്തിൽ നിന്ന് ശേഷം വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉയർത്തുന്ന വിമർശനങ്ങളോട് ആ പശ്ചാത്തലത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞങ്ങൾ ഒരു ഐഡിയോളജിയും കോംപ്രമൈസ് ചെയ്തിട്ടില്ലല്ലോ. കാരണം ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം മൈനോറിറ്റിയെ വല്ലാതെ അങ്ങോട്ട് വികാരപ്പെടുത്തി മുതലെടുക്കാൻ വേണ്ടി ചിലർ നോക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങളത് പറഞ്ഞത്. അത് ഇന്നും ഞങ്ങൾക്ക് പ്രസക്തം തന്നെയാണ്. ഒരിക്കലും ഞങ്ങളതിന് കൂട്ട് നിൽക്കില്ല. അതുകൊണ്ട് LDF നിരന്തരം അവർ പലതിനോടും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ കൊണ്ടുവരുത്തും, ഒന്നിച്ച് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും.
അപ്പോൾ ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് UDF നേടിയത്. ഒരർത്ഥത്തിൽ UDF തരംഗം എന്ന് പറയാവുന്ന രീതിയിലുള്ള മികച്ച പ്രകടനം, അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന് തുടർച്ചയാണ് ഉണ്ടാവുക. കാരണം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടതിൻ്റെ തുടർച്ചയാണ് ഉണ്ടാവുക. പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പോലെയാണ് അസംബ്ലി മണ്ഡലങ്ങൾ. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും അസംബ്ലിയിൽ. ഏകദേശം പാർലമെൻറ്റിൻ്റെ റിസൾട്ടിനോട് കിടപിടിക്കുന്ന തരത്തിലായിരിക്കും. 1982 അങ്ങ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും മലപ്പുറത്തേക്ക് ജനവിധി തേടി എത്തുകയാണ്. അല്ല, അതിലൊരു സന്തോഷമുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങി വീണ്ടും മലപ്പുറത്ത് വരുമ്പോൾ പിന്നെ ഒന്നാമത് തുടങ്ങിയ സ്ഥലമാണല്ലോ, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹോം കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണല്ലോ. അതിൻ്റേതായ ഒരു ചരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ അങ്ങയോട് ആവശ്യപ്പെട്ടിരുന്നു ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നീട് പലപ്പോഴും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാവാം, അല്ലാതെ രാഷ്ട്രീയ ഉപശാലകളിലെ ചർച്ചയാകാം, അങ്ങയും ഉപമുഖ്യമന്ത്രി പദവും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറയാറുണ്ട്. ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അത് മുളയിലെ താങ്കൾ നുള്ളാറുമുണ്ട്. അപ്പോൾ ഇത്തവണയും ആ രീതിയിലൊക്കെ ചില ചർച്ചകൾ ചില കോണുകളിൽ നിന്ന് വന്നിരുന്നു. എന്തിനാ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം? അങ്ങനൊന്നും കേരളത്തിൽ ഇതുവരെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് ഞങ്ങളായിട്ട് ഇനി അതിന് ഇടവരുത്തണ്ട. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായത് പിന്നെ അതുപോലുള്ള വെറ്ററൻ ലീഡേഴ്സൊക്കെ ഉണ്ടായ സമയത്താണ് മുഖ്യമന്ത്രി സ്ഥാനം ഓരോ സാഹചര്യത്തിൽ വന്നതാണ്. ആ സാഹചര്യം ഇപ്പം ഇല്ല. അങ്ങ് വളരെ മുതിർന്ന നേതാവാണ്. അല്ല, അതിന് ശേഷം പിന്നെ അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ അല്ല, ഒരു ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ അത്തരം ഓർണമെൻ്റൽ പോസ്റ്റൊന്നും ഗുണത്തേക്കാൾ ഏറെ ദോഷമാണെന്നുള്ള ചിന്ത പാർട്ടിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങളതിന് മുതിരാത്തത്. ഒരു ഘട്ടത്തിലും UDFനൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന നിലപാട് പലപ്പോഴും നമ്മൾ ദീർഘകാലമായി ഈ രാഷ്ട്രീയം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് കൊണ്ടുകൂടി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇത്തവണയും അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ അതെ, UDF ലീഗിൻ്റെ ഒരു ചരിത്രം അങ്ങനെ ബാപ്പ തങ്ങളുടെ കാലം തൊട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പ്രശ്നം അധികം ഉണ്ടാവില്ല. വളരെ ചുരുങ്ങിയ സന്ദർഭത്തിലൊക്കെ വല്ലതും വാർത്ത ആയിട്ടുണ്ടെന്നല്ലാതെ ഈ ചരിത്രത്തിൽ വലിയ പിന്നെ ഒരു പ്ലേസാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ. ഒരു കുഴപ്പമുണ്ടാക്കില്ല. മാത്രമല്ല അതിലൊരു പിന്നെ വാക്ക് പാലിക്കും. അത് പിന്നെ അമിതമായ ഒരു എക്സ്പ്ലോയിറ്റേഷനോ ഡിമാൻഡോ ഒന്നും വെക്കില്ല. പറയുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ നമ്മൾ വലിയ പങ്കുവഹിച്ചതാണ്. ഭാഗതങ്ങളൊക്കെ നമ്മൾ പൂർവികർ അവർ പഠിപ്പിച്ച ഒരു പിന്നെ ഇതാണത്. നമ്മളെപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചയൊക്കെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രി പദ മോഹികളായിട്ടുള്ളവർ കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ടെന്നാണ് പൊതുവേ സംസാരം. അപ്പോൾ അത്തരം ചില ഘട്ടങ്ങൾ വരുമ്പോൾ ലീഗിൻ്റെ സ്വാഭാവികമായ ഒരു നിലപാടും ഇടപെടലും എന്തായിരിക്കും? പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രബിൾ ഷൂട്ടറായി വരുന്നത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ വളരെ നിർണായകവുമാകാറുണ്ട്. അല്ല, ഇത്തരം സന്ദർഭങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പാർട്ടിക്കകത്ത് തർക്കം, പാർട്ടികൾ തമ്മിൽ തർക്കം, അങ്ങനെ ഞങ്ങളൊക്കെ അതിൽ ഇടപെട്ടിട്ടുമുണ്ട്. ഞാനും ഇടപെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതാണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. കാരണം ഇപ്പോൾ കോൺഗ്രസിനകത്ത് എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർക്ക് അവരൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ, ആസ് ഓൺ ടുഡേ ഇല്ല. ഇപ്പോൾ UDFനകത്ത് മുസ്ലിം ലീഗിനെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ LDFൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും, LDFൻ്റെയോ BJPയുടെയോ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം, ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു അല്ല, അത് ഇതാണ്. അതായത് ഈ BJPയും അതുപോലെ തന്നെ കേരളത്തിലും ഒരുമാതിരി പിന്നെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ ഗുണം കിട്ടും എന്നുള്ളവർക്ക് ലീഗിനെ പറയുകയാണ്. പിന്നെ അത് കാര്യമില്ല. കാരണം ലീഗ് ഒരു പിന്നെ പൂവൻ പാർട്ടിയാണ്. ഒരു ഇത്ര അധികം പിന്നെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമൊക്കെ തെളിയിച്ച ഒരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അത് ഏശാൻ പോകുന്നില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ CPMൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് നേടാറുള്ള ചില പ്രീണന നയങ്ങളാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഡീൽ ആരോപണം ഉൾപ്പെടെ ഉയർത്തുന്നത് എന്നാണ്. അതിനോട് എന്താണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി? അല്ല, അതല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നെ ആരോപണമല്ല. പിന്നെ അവർ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ വന്നൊരു വിഷയമാണത്. പിന്നെ അത് ഞങ്ങളുടെ പിന്നെ നേരെ
പിന്നെ കയറിയിട്ട് കാര്യമില്ലല്ലോ. അതുമാത്രമല്ല പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൈനോറിറ്റി വോട്ട് കിട്ടുക എന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ ഈ സ്ഥാനാർത്ഥി നിർണയം ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം അവർ പിന്നെ തമ്മിലാലോചിച്ചാണ് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന് കണ്ടാൽ തോന്നുന്നുണ്ട്. അതിന് അവരാണ് മറുപടി പറയേണ്ടത്. പിന്നെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട്, മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ മലപ്പുറത്തെ ജനങ്ങളോടും അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? അല്ല, മലപ്പുറത്തെ ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഡെവലപ്മെൻറ്റിലൊരു കുതിപ്പുണ്ടാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആധുനിക കാലഘട്ടത്തിന് യോജിച്ച വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്, ജോലി ഉണ്ടാക്കേണ്ടതുണ്ട്. അതൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ മടങ്ങി വരികയാണ്. അതുകൊണ്ട് കേരളം യഥാർത്ഥത്തിൽ നിന്ന് പോകുന്നത് ഫോറിൻ റെമിറ്റൻസ് കൊണ്ടൊക്കെയാണ്, നമ്മുടെ NRIസിൻ്റെ. അതിന് ഇനി അതിന് മാത്രമായിട്ട് വലിയ സ്കോപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചാൽ അതിനുള്ള നടപടി ഉണ്ടാവും. അതുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് നിൽക്കണം എന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളോടൊപ്പം നോട്ട് ദ പോയിന്റിൽ അമൃത TVയോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചു. താങ്ക് യു.